പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള കാനഡയുടെയും മാൾട്ടയുടെയും പ്രധാനമന്ത്രിമാരുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ഒമാൻ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഗൌരവമേറിയ ഒരു ചുവടുവയ്പായി കാണുന്നുവെന്നും ഒമാൻ പ്രസ്താവനയിൽ പറഞ്ഞു. ദ്വിരാഷ്ട്ര പരിഹാരത്തിനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നതെന്നും ഒമാൻ ചൂണ്ടിക്കാട്ടി. ബ്രിട്ടനും ഫ്രാൻസിനും പിന്നാലെയാണ് കാനഡയും മാൾട്ടയും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നത് വ്യക്തമാക്കിയത്. ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുകയാണ്. 185 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിക്കേണ്ടത്. വിവരങ്ങളുമായി ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഉച്ചയ്ക്ക് തിരിക്കേണ്ട വിമാനമാണ്. മറ്റെന്തെങ്കിലും സംവിധാനം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് ഉച്ചക്ക് 2:15 തിരുവനന്തപുരത്തുള്ള ഈ വിമാനം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. എന്നാൽ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്ക് വിമാനം വൈകിട്ട് 5:22 മാറ്റിയെന്ന ഒരു അറിയിപ്പ് കിട്ടി. 3 മണിക്കൂറിലേറെ കാത്തു നിന്ന ശേഷവും വിമാനത്തിന് പുറപ്പെടാനായില്ല. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം വൈകുന്നത് എന്നായിരുന്നു വിമാന കമ്പനി യാത്രക്കാർക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക വിശദീകരണം. യാത്ര മുടങ്ങിയതോടുകൂടെ യാത്രക്കാർ വിമാനത്താവളത്തിൽ ബഹളമൊക്കെയുണ്ടായി. ഇതിന് പിന്നാലെ ബോർഡ് ചെയ്ത യാത്രക്കാരെ ദോഹയിൽ തന്നെ ഹോട്ടലിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴവർ ഹോട്ടലുകളിലാണുള്ളത്. ചില യാത്രക്കാരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഖത്തറിലിപ്പോ വെക്കേഷൻ കാലമായതുകൊണ്ട് തന്നെ 3-4 ദിവസത്തിനൊക്കെയായി നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തവരൊക്കെ യാത്രക്കാരിലുണ്ട്. ഈ നാളെ രാവിലെ 8:30 വിമാനം യാത്ര തിരിക്കുമെന്നാണ് എയർ ഇന്ത്യ വൃത്തങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് തന്നെയാണ്. ശരി അബ്ബാസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രവാസികൾക്ക് നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നടപടികളായി. ഓൺലൈൻ വഴി ഈ മാസം 7 വരെയാണ് പേര് ചേർക്കാൻ അവസരം ലഭിക്കുക. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. കമ്മീഷന്റെ www.seckerala.gov.in എന്ന വെബ്സൈറ്റിലാണ് പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സൗകര്യമുള്ളത്. വെബ്സൈറ്റിലെ സിറ്റിസൺ രജിസ്ട്രേഷൻ സംവിധാനത്തിൽ മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി ആദ്യം പ്രൊഫൈൽ ഉണ്ടാക്കണം. നൽകുന്ന മൊബൈൽ നമ്പറായിരിക്കും പിന്നീട് യൂസർ നെയിം. ഈ നമ്പറിലേക്കാണ് OTP വരിക. ലോഗിൻ ചെയ്ത് ഫോറം 4A കാണുന്ന പ്രവാസി വോട്ടർ എന്നതിൽ വിശദാംശങ്ങൾ നൽകണം. തുടർന്ന് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോറം പൂർണ്ണമായും പൂരിപ്പിച്ച് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഒപ്പിടണം. പിന്നീട് പാസ്പോർട്ടിൽ രേഖപ്പെടുത്തിയ കേരളത്തിലെ താമസ സ്ഥലം സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർക്ക് രജിസ്റ്റേർഡായി തപാൽ വഴി അപേക്ഷ അയക്കണം. ഈ സമയം നാട്ടിൽ വരുന്നവർക്ക് നേരിട്ട് ഫോറം കൈമാറാം. അപേക്ഷയോടൊപ്പം പാസ്പോർട്ടിലെ പ്രധാന പേജുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വെക്കണം. ഓഗസ്റ്റ് 30 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. പട്ടികയിൽ പേര് ചേർത്താൽ പ്രവാസി ഇന്ത്യക്കാർക്ക് പോളിംഗ് സ്റ്റേഷനിൽ പാസ്പോർട്ട് കാണിച്ച് വോട്ട് രേഖപ്പെടുത്താം. മീഡിയ 1 ദുബായ്. പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള രേഖകൾ ഇമെയിലായി സമർപ്പിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന് ഖത്തർ പ്രവാസി വെൽഫെയർ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നേരിട്ടോ തപാലിലോ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനകം അപേക്ഷയുടെ ഫിസിക്കൽ കോപ്പി എത്തിക്കുന്നത് പ്രായോഗികമല്ലെന്നും സെക്രട്ടേറിയറ്റ് ചൂണ്ടിക്കാട്ടി. വിഷയം ഉന്നയിച്ച് പ്രവാസി വെൽഫെയർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും വിഷയത്തിൽ ഇടപെടണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ലഫ്റ്റനന്റ് ജനറലായി സ്ഥാനക്കയറ്റം ലഭിച്ചതിന് പിന്നാലെ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന് UAE പ്രസിഡന്റിന്റെ സ്വീകരണം. അബുദാബി പാലസിലെ വിരുന്നിലാണ് ഷെയ്ഖ് ഹംദാനെ ക്ഷണിച്ചത്. അബുദാബി കിരീടാവകാശി, വിദേശകാര്യമന്ത്രി തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. UAE പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായി 1 വർഷം തികഞ്ഞതിന് പിന്നാലെയായിരുന്നു സായുധ സേന ലഫ്റ്റനന്റ് ജനറലായുള്ള ഷെയ്ഖ് ഹംദാന്റെ സ്ഥാനക്കയറ്റം. പെട്ടെന്നുള്ള ലൈൻ മാറ്റത്തിനെതിരെ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന അപകട ദൃശ്യം പങ്കുവച്ചായിരുന്നു മുന്നറിയിപ്പ്. എക്സിറ്റുകൾ മിസ്സാകാതിരിക്കാൻ ധൃതിപ്പെട്ട് ലൈൻ മാറ്റരുത്. മുൻകൂട്ടി ഇൻഡിക്കേറ്ററുകളിട്ട് കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ലൈൻ മാറാവൂവെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. അശ്രദ്ധമായ ലൈൻ മാറ്റത്തിന് 400 ദിർഹമാണ് പിഴ. സൗദിയിലേക്ക് 8 ലക്ഷത്തിലേറെ ലഹരി ഗുളികകൾ കടത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്തി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ പരിശോധനയിൽ ഇവ പിടിച്ചെടുക്കുകയായിരുന്നു. റിയാദിലെ ബത്ത അതിർ വഴി എത്തിച്ചതാണ് ഗുളികകൾ.
റിയാദ് അൽബത്ത അതിർത്തി പോസ്റ്റ് വഴിയായിരുന്നു മയക്കുമരുന്ന് കടത്ത്. 8 ലക്ഷത്തിലേറെ ക്യാപ്റ്റഗൺ ഗുളികകൾ കടത്താനുള്ള ശ്രമമാണ് തടഞ്ഞത്. ട്രെയിലറിന്റെ ബോഡിക്കുള്ളിലും ക്രെയിനിന്റെ ടയറുകളിലും ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം. വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘമാണ് ഇവരെ പിടികൂടിയത്. പിടിച്ചെടുത്ത ഗുളികകൾ നാർക്കോട്ടിക് കൺട്രോളിന് കൈമാറി. സൗദിയിൽ നിരവധി സമാന കേസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിരുന്നു. വധശിക്ഷ വരെയുള്ള വലിയ ശിക്ഷയാണ് മയക്കുമരുന്ന് കേസുകൾക്ക് സൗദിയിൽ നൽകാറുള്ളത്. മീഡിയ 1 ജിദ്ദ. കുവൈത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൗരന്മാരും പ്രവാസികളും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. സമൂഹമാധ്യമങ്ങളിലൂടെ അപരിചിത പ്ലാറ്റ്ഫോമുകളിലൂടെയും വരുന്ന പ്രൊമോഷണൽ ഓഫറുകൾ പരിശോധിച്ചുറപ്പിക്കാതെ വിശ്വസിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. വ്യാജ എയർലൈൻ ഓഫറുകൾ, സൗജന്യ സമ്മാനങ്ങൾ, ഇരട്ടലാഭം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ തട്ടിപ്പുകൾ എന്നിവയാണ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള ചിത്രങ്ങളും ട്രെൻഡിംഗ് ഹാഷ്ടാഗുകളും ഉപയോഗിച്ച് പ്രശസ്ത ബ്രാൻഡുകളെ അനുകരിച്ചും തട്ടിപ്പുകാർ നിരവധി പേരെയാണ് കബളിപ്പിക്കുന്നത്. കുവൈത്ത് എയർവേസ്, ജസീറ എയർവേസ് എന്നീ കമ്പനികളുടെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ സൃഷ്ടിച്ച് ഉപയോക്താക്കളിൽ നിന്നും ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയാണ് തട്ടിപ്പുകാരുടെ ലക്ഷ്യം. സന്ദേശങ്ങളും ലിങ്കുകളും ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കണമെന്നും സംശയമുണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റുകൾ മാത്രം സന്ദർശിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വാർത്തകളിലേക്ക്. ഒമാനിലെ ദോഫാർ ഗവർണറേറ്റിൽ ഉപയോഗിച്ചതും കാലാവധി കഴിഞ്ഞതുമായ 400-ലധികം ടയറുകൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി പിടിച്ചെടുത്തു. അനധികൃത വാണിജ്യ പ്രവർത്തനങ്ങൾക്കെതിരെ നടന്ന റെയ്ഡിലാണ് ടയറുകൾ പിടിച്ചെടുത്തത്. വിപണിയിൽ നിന്ന് അപകടകരവും നിലവാരമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള CPIയുടെ തുടർച്ചയായ പരിശോധനയുടെ ഭാഗമായാണ് നടപടി. ഇത്തരം ടയറുകൾ വാഹനാപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. ഗാർഹിക പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ മലയാളിക്ക് തടസ്സമാകുന്നത് അനാവശ്യമായ ദുരഭിമാനമാണെന്ന് പറയുന്നു ദുബൈയിലെ പാസ്റ്ററും കൌൺസിലിംഗ് വിദഗ്ധനുമായ പ്രവീൺ ഡേവിഡ്. മറ്റ് സമൂഹങ്ങൾക്കിടയിൽ കാണാത്ത വിധം അപകടകരമായ ആത്മഹത്യാ പ്രവണത മലയാളികൾക്കുണ്ട്. ഇതിന്റെ കാരണവും ദുരഭിമാനമാണ്. പ്രവാസ ലോകത്തെ ഗാർഹിക പീഡനങ്ങൾക്കെതിരെ മീഡിയ 1 ക്യാമ്പയിൻ തുടരുന്നു. മൗനം വെടിയാം, അതിജീവിക്കാം. ഞാൻ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ അവർ എന്ത് വിചാരിക്കും? എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും എന്നുള്ള ചിന്തയിലോട്ടാണ് ഇവർ പോകുന്നത്. ഇത് കൂടുതലും ബാധിച്ചിരിക്കുന്നത് മലയാളികളെയാണ്. കാരണം ഇങ്ങനെ ഇന്ന് ജീവൻ ഒടുക്കിക്കളയുക എന്ന് ചിന്തിക്കുന്നത് കൂടുതലും മലയാളികളാണ്. അപ്പം ഇതുവരയ്ക്കും മറ്റുള്ള രാജ്യത്തിൽ ആൾക്കാരിൽ നിന്ന് ഈ ഒരു പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല. മറ്റുള്ള രാജ്യക്കാർ ഞാനിപ്പം മരിക്കും, അല്ല ഇപ്പം ഞാൻ ജീവൻ എടുക്കും എന്നൊന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല. അവരതിന് പരിഹാരമാണ് ശ്രമിക്കുന്നത്. ഒരു പ്രശ്നം വരുമ്പം ഷെയർ ചെയ്യാൻ പാടില്ലാത്തവരോടല്ല ഷെയർ ചെയ്യേണ്ടത്, അതിന് ഉത്തരവാദിത്വപ്പെട്ടവരുണ്ട്, അവരോട് നമ്മൾ ഷെയർ ചെയ്യുക. ഇപ്പം ഒരു കുടുംബ പ്രശ്നമാണോ അത് ഫാമിലിയായിട്ടിരുന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക രണ്ടുപേരും. പിന്നെ ഭർത്താക്കന്മാരോടായാലും ഭാര്യമാരോടായാലും പറയേണ്ടത് ആരും ആർക്കും അടിമയല്ല. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക, 2 അതിന് ഉത്തരവാദിത്വപ്പെട്ടവരെ ശ്രമിക്കുക, 3 ലീഗൽ പ്രോസസ്സിലോട്ട് പോകുക. ഷാർജ വ്യവസായ മേഖലയിൽ ഇന്ന് രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ വെയർഹൌസ് കത്തിനശിച്ചു. വ്യവസായ മേഖല 10-ലെ ഓട്ടോ സ്പെയർ പാർട്സ് വെയർഹൌസിലാണ് തീപിടുത്തമുണ്ടായത്. വൻ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫുഡ് ഡെലിവറിക്കായി റോബോട്ടുകൾ പുറത്തിറക്കി സൗദി അറേബ്യ. ആദ്യമായാണ് രാജ്യത്ത് ഇത്തരം സ്വയം നിയന്ത്രിത റോബോട്ടുകൾ ഉപയോഗിച്ച് ഭക്ഷണ ഡെലിവറി സംവിധാനം ഒരുക്കുന്നത്. നിലവിൽ 5 റോബോട്ടുകളാണ് സേവനം നൽകുന്നത്. റോഷൻ ഗ്രൂപ്പ്, ഫുഡ് ഡെലിവറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജാഹസ് ഗ്രൂപ്പ് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പദ്ധതി. സൗദിയിൽ ആദ്യമായാണ് ഇത്തരം സെൽഫ് ഡ്രൈവിംഗ് റോബോട്ടുകൾ ഉപയോഗിച്ചുള്ള ഫുഡ് ഡെലിവറി സംവിധാനം ഒരുക്കുന്നത്. നിലവിൽ റിയാദിലെ റോഷൻ ഫ്രണ്ട് ബിസിനസ് ഏരിയയിലായിരിക്കും സേവനം ലഭ്യമാവുക. പ്രാഥമിക ഘട്ടത്തിൽ സേവനം നൽകുക 5 റോബോട്ടുകളായിരിക്കും. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയായിരിക്കും സേവനം. സമയലാഭം, കാർബൺ നിയന്ത്രണം, ഗതാഗത കുരുക്ക് ഒഴിവാക്കുക, ഗുണനിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയുടെ ഭാഗമായാണ് പദ്ധതി. 20-ലധികം സെൻസറുകൾ, 6 ക്യാമറകൾ, GPS, കൂളിംഗ് സിസ്റ്റം, സസ്പെൻഷൻ, മെസ്സേജിംഗ് സിസ്റ്റം എന്നിവ ഓരോ റോബോട്ടുകളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഉപഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി ഡോക്ടർ റുമൈഹ് ബിൻ മുഹമ്മദ് അൽ റുമൈഹാണ് പുതിയ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്.
മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിലെ പാർക്കിലുണ്ടായ റൈഡ് അപകടത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് ത്വായിഫ് ഗവർണർ. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ മുഴുവൻ വിനോദ കേന്ദ്രങ്ങളിലും പരിശോധന കർശനമാക്കി. ബുധനാഴ്ച രാത്രി നടന്ന അപകടത്തിൽ 23 പേർക്ക് പരിക്കേറ്റിരുന്നു. ത്വായിഫ് ഗവർണർ പ്രിൻസ് സൗദ് ബിൻ നഹാറാണ് അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അൽഹദ മേഖലയിലെ ഗ്രീൻ മൗണ്ടൻ പാർക്കിലുണ്ടായ അപകടത്തെ തുടർന്നാണ് നടപടി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവർണറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിലാണ് അന്വേഷണത്തിനുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. ബിഗ് പെൻഡുലം റൈഡ് അപകടം നടന്നത് ബുധനാഴ്ച രാത്രിയായിരുന്നു. മുകളിൽ നിന്നും 2 ഭാഗങ്ങളായി പൊട്ടി താഴേക്ക് പതിച്ചാണ് അപകടം. അപകടത്തിൽ 23 പേർക്കാണ് പരിക്ക്. ഇവരിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ, റിപ്പയർ, മെയിൻ്റനൻസ് രേഖകൾ, സേഫ്റ്റി, നിരീക്ഷണ സംവിധാനങ്ങൾ തുടങ്ങിയവയായിരിക്കും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിക്കുക. അപകടത്തിന് ശേഷം സുരക്ഷ മുൻനിർത്തി പാർക്കിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട്. പാർക്കിന്റെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിവെച്ചു. അപകട കാരണങ്ങൾ കണ്ടെത്തി ഉത്തരവാദികൾക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണർ മുന്നറിയിപ്പ് നൽകി. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ തൊഴിലാളികളുടെയും ആശ്രിതരുടെയും ആരോഗ്യ ഇൻഷുറൻസ് നൽകാത്തതിന് 110 തൊഴിൽ സ്ഥാപനങ്ങൾക്കും തൊഴിൽദാതാക്കൾക്കുമെതിരെ നടപടിയെടുത്തു. 25 ലക്ഷം റിയാൽ പിഴ ചുമത്തി. ഇവർക്ക് താൽക്കാലിക റിക്രൂട്ടിംഗ് വിലക്കും ഏർപ്പെടുത്തിയതായി ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ വ്യക്തമാക്കി. സഹകരണ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിന് 110 തൊഴിൽദാതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചതായി ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ വെളിപ്പെടുത്തി. ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും നിർബന്ധിത ആരോഗ്യ പരിരക്ഷ നൽകുന്നതിൽ പരാജയപ്പെട്ട സ്ഥാപനങ്ങൾക്കും തൊഴിൽ ദാതാക്കൾക്കുമെതിരെയാണ് നടപടി സ്വീകരിച്ചത്. 25 ലക്ഷം റിയാൽ പിഴയും താൽക്കാലിക റിക്രൂട്ടിംഗ് വിലക്കും ഏർപ്പെടുത്തി. ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിൽ പരാജയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലുടമകൾക്ക് നിരവധി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ സ്റ്റാറ്റസ് തിരുത്തുവാനും ലംഘനങ്ങൾ പരിഹരിക്കുവാനും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നടപടി. സഹകരണ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിലെ ആർട്ടിക്കിൾ 14 പ്രകാരമാണ് നടപടിയെന്നും കൗൺസിൽ വ്യക്തമാക്കി. ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താക്കളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കൗൺസിൽ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്നും അധികൃതർ വിശദീകരിച്ചു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം. കോഴിക്കോട് സ്വദേശിയായ പ്രവാസിയെ ബഹ്റൈനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വടകര സ്വദേശി സജീവനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 54 വയസ്സായിരുന്നു. 10 വർഷമായി ബഹ്റൈനിൽ പ്രവാസിയാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വാർത്തകളിലേക്ക്. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനുള്ള പോർച്ചുഗലിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ച് കുവൈറ്റ്. UN പ്രമേയങ്ങളും അറബ് സമാധാന പദ്ധതിയും ലക്ഷ്യമാക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി പലസ്തീൻ രാഷ്ട്രം രൂപപ്പെടുത്താൻ പോർച്ചുഗൽ സ്വീകരിച്ച നീക്കം സഹായകരമാകുമെന്നും കുവൈറ്റ് വ്യക്തമാക്കി. മറ്റ് രാജ്യങ്ങളും സമാനമായ നീതി അടിസ്ഥാനമാക്കിയ നടപടി സ്വീകരിക്കണമെന്നും കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു. ഗസയിലെ ജനങ്ങൾക്കായി കുവൈറ്റ് സാമൂഹികകാര്യ മന്ത്രാലയം അടിയന്തര ദുരിതാശ്വാസ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഈ മാസം 3 മുതൽ 3 ദിവസത്തേക്ക് സാമ്പത്തിക സംഭാവനകൾ സ്വീകരിക്കും. അംഗീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാകും സംഭാവന. ഭക്ഷ്യസാധനങ്ങൾ കുവൈറ്റ് ഫ്ലവർ മിൽസ് വഴി മാത്രം ശേഖരിക്കും എന്ന് അധികൃതർ അറിയിച്ചു. സമാഹരിച്ച സഹായങ്ങൾ കുവൈറ്റ് റെഡ് ക്രസന്റിന് കൈമാറും. തുടർന്ന് റെഡ് ക്രസന്റ് ഗസയിലേക്കും പലസ്തീൻ മേഖലയിലേക്കും എത്തിക്കും. കുവൈത്തിൽ അനധികൃതമായി കോസ്മെറ്റിക് സർജറി നടത്തിയ പ്രവാസി പിടിയിൽ. സബാ അൽസാലത്തിന്റെ ലൈസൻസ് ഇല്ലാതെ വനിതാ സലൂണിൽ കോസ്മെറ്റിക് ക്ലിനിക് നടത്തിയ ഈജിപ്ഷ്യൻ പൗരനെ ഹവല്ലി ഗവർണറേറ്റ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം പിടികൂടുകയായിരുന്നു. നേരത്തെ അഗ്രികൾച്ചർ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ വെറ്റിനറി ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഇയാൾ അനധികൃതമായി പ്ലാസ്റ്റിക് സർജനായി പ്രവർത്തിക്കുകയായിരുന്നു. 50 കുവൈറ്റ് ദിനാറിന് ഇഞ്ചക്ഷനുകൾ ഉൾപ്പെടെയുള്ള കോസ്മെറ്റിക് സേവനങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. കോസ്മെറ്റിക് സേവനങ്ങളിൽ പങ്കാളിയായിരുന്ന 5 വനിതാ ജീവനക്കാരെയും അധികൃതർ കസ്റ്റഡിയിലെടുത്തു. അബോധാവസ്ഥയിൽ കഴിഞ്ഞ കൊയിലാണ്ടി മൂടാടി സ്വദേശിയായ പ്രവാസിയെ തുടർ ചികിത്സയ്ക്കായി നാട്ടിലെത്തിക്കാൻ ബഹ്റൈനിൽ പ്രവാസി സംഘടനകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും കൂട്ടായ്മ പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ എംബസി, KMCC, ബഹ്റൈൻ നന്ദി അസോസിയേഷൻ, ഷാഫി പാറക്കട്ട, സിദ്ദീഖ് അദ്ലിയ, KT സലീം എന്നിവരുടെ ഇടപെടലുകളിലൂടെയാണ് ചികിത്സയിൽ കഴിഞ്ഞ പ്രവാസിയെ നാട്ടിലെത്തിച്ചത്. ഗായിക KS ചിത്രയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ദോഹയിൽ ചിത്രദീപ്ത ശ്രാവണം എന്ന പേരിൽ വീഡിയോ ആൽബം പുറത്തിറക്കി. ശ്രാവൺ സുരേഷാണ് ഗാനം ആലപിച്ചത്. ഗാനരചയിതാവ് ഹരിനാരായണന്റെ വരികൾക്ക് KK നിഷാദ് ഈണം നൽകിയിരിക്കുന്നു. കുവൈറ്റ് പത്തനംതിട്ട അസോസിയേഷൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രജത ജൂബിലി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി അബ്ബാസിയ മെട്രോ സെന്ററിലാണ്
ക്യാമ്പ് നടത്തിയത്. ഗീതാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലാലു ജേക്കബ് അധ്യക്ഷനായിരുന്നു. ബഷീർ ബാത്ത, അഖില, മാർട്ടിൻ മാത്യു എന്നിവർ സംസാരിച്ചു. കാർഷിക ദിനത്തോടനുബന്ധിച്ച് റഫി നൈറ്റ് സംഘടിപ്പിച്ചു. ചിരന്തന ദർശന കലാ സാംസ്കാരിക വേദിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 25ാമത് ചിരന്തന മുഹമ്മദ് റഫി പുരസ്കാരം ഷാഫി അഞ്ചങ്ങാടി, പ്രഭാകരൻ പയ്യന്നൂർ, ഡോക്ടർ അഞ്ജു SS എന്നിവർക്ക് കൈമാറി. തുടർന്ന് അനുസ്മരണവും ഗാനമത്സരവും നടന്നു. സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നിന്ന് നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്.